നമ്മുടെ കുട്ടിക്കാലം മുതൽക്ക് നമ്മളിലേറെ കൗതുകം തീർത്ത ഒരു യന്ത്രവാഹനമാണ് നമ്മുടെ JCB. യൂറോപ്പിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് JCB. ഏകദേശം 4 വൻകരകളിലായി 150ഓളം രാജ്യങ്ങളിലായി JCB വിൽക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് JCBയെ കുറിച്ച് ചില രസകരമായ കാര്യങ്ങളും അതുപോലെ JCB എന്ന പേര് ലഭിക്കാനുള്ള കാരണവും JCBക്ക് എന്തുകൊണ്ട് മഞ്ഞ നിറമായി എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, അതായത് ഇത്തരം വീഡിയോ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ MOS TV എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മുടെ JCB എന്ന കമ്പനി ആദ്യമായി നിർമ്മിച്ച യന്ത്രം എന്ന് പറയുന്നത് 1945 ഒരു വെൽഡിംഗ് സെറ്റായിരുന്നു അവർ ആദ്യമായി നിർമ്മിച്ച യന്ത്രം. ഏകദേശം 1 പൗണ്ടായിരുന്നു അതിൻ്റെ വില. അത് നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 90 രൂപ. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 90 രൂപയാണ് അതിൻ്റെ വില. അങ്ങനെ അത് അവരുടെ ലോക്കൽ മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്തു. അങ്ങനെ 1948 ഏകദേശം 6 ആളുകൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും യൂറോപ്പിൽ ആദ്യമായി ഒരു ഹൈഡ്രോളിക് ടിപ്പിംഗ് ട്രെയിലർ അവർ നിർമ്മിച്ചു. അങ്ങനെ 1953 JCB എന്ന ലോഗോ സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് അവരുടെ ആദ്യത്തെ ബാക്ക്യൂ ലോഡർ അവർ നിർമ്മിച്ചു. ബാക്ക്യൂ ലോഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ JCB. 1953 അവർ ആദ്യമായി JCB നിർമ്മിച്ചത്. അന്ന് അവർ അതിനെ വിളിച്ചത് ഡിഗ്ഗർ എന്നായിരുന്നു. ഇന്ന് 150-ലേറെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഏകദേശം 7000-ലധികം ആളുകൾ വർക്ക് ചെയ്യുകയും 300-ലേറെ മെഷീൻസ് അവർ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ JCB എന്ന പേര് എങ്ങനെ ലഭിച്ചു എന്ന് നോക്കാം. JCBയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷേ JCB എന്ന പദത്തിൻ്റെ അർത്ഥം അതല്ലെങ്കിൽ JCB എന്ന പദം എങ്ങനെ ലഭിച്ചു എന്ന് പലർക്കും അറിയില്ല. ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന് പറയുന്ന ആളാണ് JCBയുടെ ഫൗണ്ടർ. അദ്ദേഹമാണ് 1945 JCBക്ക് തുടക്കമിട്ടത്. അദ്ദേഹത്തിൻ്റെ പേര് ചുരുക്കിയതാണ് ഈ JCB എന്ന പേര് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ 84-ാം വയസ്സിൽ 2001 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് JCB എന്ന പദം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ വരികയും JCB എന്ന കമ്പനി ഇത്തരമൊരു വലിയ കമ്പനിയായി മാറിയിരിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് JCBയെ കുറിച്ച് ചില രസകരമായ കാര്യങ്ങൾ നോക്കാം. 1953 ഇന്ന് വരെ JCB ഏകദേശം 4 ലക്ഷത്തിലധികം JCBകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വർഷത്തിൽ JCB ഉണ്ടാക്കാൻ ഏകദേശം 14 മില്യണോളം നെട്ടും ബോൾട്ടും ആവശ്യമാണ്. JCBകളിൽ JCB GT എന്ന മോഡലാണ് ഏറ്റവും കൂടുതൽ വേഗതയേറിയത്. 120 mph ആണ് അതിൻ്റെ സ്പീഡ്. ഒരു JCB ഉണ്ടാക്കാൻ ഏകദേശം 2 ദിവസം എടുക്കും. ഓരോ വർഷം 60,000 ടൺസിലധികം അവർ അയൺ ആൻഡ് സ്റ്റീൽ JCB ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും JCBകൾ കണ്ടത് മഞ്ഞ നിറത്തിലാണ്. എന്തുകൊണ്ടാണ് ഇതിന് മഞ്ഞ നിറമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യകാലങ്ങളിൽ ബ്ലൂ, റെഡ് നിറങ്ങളിലാണ് അവർ JCB നിർമ്മിച്ചത്. കെട്ടിട നിർമ്മാണ സ്ഥലത്തെ സേഫ്റ്റി മുന്നിൽ കണ്ടാണ് അവർ ഇതിന് മഞ്ഞ കൊടുക്കാനുള്ള കാരണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ബിൽഡിംഗ് നിർമ്മാണ സ്ഥലം അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഏരിയ ഒക്കെ വളരെ ഡേഞ്ചർ ആയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരം ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിൽ പെടാൻ മഞ്ഞക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ JCBക്ക് അവർ മഞ്ഞ നിറം കൊടുക്കുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടെന്ന് പെടാനാണ് JCBക്ക് മഞ്ഞ നിറം കൊടുക്കുന്നത്. JCBക്ക് മാത്രമല്ല മിക്ക കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനൊക്കെ മഞ്ഞ നിറമാണ് കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ രഹസ്യം ഇത് തന്നെയാണ്. അപ്പോൾ ഈ JCB എന്ന് പറയുന്നത് കേവലം ഒരു 3 അക്ഷരം മാത്രമല്ല, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ JCB. അപ്പോൾ ഈ JCBയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കൊരു വ്യത്യസ്ത അറിവ് പകർന്നു നൽകിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അത് വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ MOS TV എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ, വാല്യുബിൾ ഇൻഫർമേഷനുകൾ, സ്മാർട്ട് ഫോൺ വിശേഷങ്ങൾ, ഓട്ടോമൊബൈൽസ് ന്യൂസുകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ലഭിക്കും. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ MOS TV എന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്കിനി കാണാം. ബൈ.